ഗൈസ് ഇന്ന് അപ്പച്ചിയുടെ മാമന്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. നമ്മളിന്ന് അവിടെ പോവാണ്. പക്ഷെ അവർക്ക് അറിയില്ല, വർഷ ചേച്ചിക്ക് അവരുടെ ആർക്കും അറിഞ്ഞുകൂടാ നമ്മളെ ചെല്ലുന്ന കാര്യം. നമ്മൾ നല്ലൊരു അടിപൊളി സർപ്രൈസ്, നമ്മൾ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്, കുറച്ച് ഗിഫ്റ്റും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. 6 മണിനെ പോവാണ് നമ്മൾ. ഗൈസ് നമ്മൾ ശാസ്താംകോട്ട എത്തിയിട്ടുണ്ട്. പക്ഷേ വഴി അറിഞ്ഞൂടാ. അതാണൊരു കുഴപ്പം. നമ്മൾ അമ്മയുടെയും പപ്പയുടെയും കൂടെ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നമ്മളിവിടെ ഒറ്റയ്ക്ക് വരുന്നത്. നമ്മൾ നടന്ന് വഴി ടെസ്റ്റ് ചെയ്യുക. നമ്മൾ മുത്തോലി അമ്പലത്തിൻ്റെ അടുത്താണ് പോകുന്നത്. അല്ല, നമ്മൾ മൂത്തോട്ടിൽ അമ്പലം ചോദിച്ചു. അപ്പോൾ പറഞ്ഞ നേരെ നടന്നാൽ മതി. നമ്മുടെ ഊഹം കറക്റ്റായിരുന്നു. അതെ അതെ, ഞാനാണ് വഴി പറഞ്ഞെടുത്തത്. എന്തോ എനിക്കാണ് ഭയങ്കര മെമ്മറി. ഉണ്ടാ അവളെ എൻ്റെ അടുത്ത് അയ്യാ ഇവിടെ എങ്ങോട്ടാ പോകേണ്ടത്, ഇങ്ങനെയൊക്കെ തന്നെ ആണോന്ന്. ഇല്ലെങ്കിൽ ഞാൻ ഓട്ടോ അടിച്ചങ്ങ് പോകുന്നു. അങ്ങനെ പറഞ്ഞ ടീം കണ്ട. ഞാൻ എൻ്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഭയങ്കര മെമ്മറിയാണ്. ഇതാണ് നമ്മുടെ വീട്. അങ്ങനെ നമ്മൾ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മളിവിടെ എത്തി. ഒന്നും അറിയാൻ വയ്യ, ആരെങ്കിലും അകത്തുണ്ടോ എന്നൊന്നും. അകത്താണോ കാണണമല്ലോ. കണ്ടില്ല, തീർന്നു. ആനിവേഴ്സറി പ്രതീക്ഷിച്ചോ അപ്പച്ചി? പ്രതീക്ഷിച്ചോ? അമ്മ പ്രതീക്ഷിച്ചോ? ഞെട്ടിയാ? രണ്ടുപേരുടെ കുശലം പറഞ്ഞോണ്ടിരുന്നേ ഇല്ലയോ? വന്നുടനെ താണ്ട അതിന് ചിക്കൻ കറി കഴിക്കുകയാണ്. പൊറോട്ടയും ചിക്കൻ കറി. ചേച്ചി കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വരുന്നു. എന്നാൽ കഴിക്കാതെ എൻ്റെ പാത്രം കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് കഴിക്കാം. വലിയ ഇത് അടിച്ചായിരുന്നു. മാമനോടെ ഭയങ്കര പണിയിലാണ് ഗൈസ്. മാമനോടെ ഭയങ്കര പണിയിലാന്ന് പറഞ്ഞ ഇത് വെട്ടാൻ പോണോ? മാമന്റെ കൃഷികളാണ് നിങ്ങൾ ഈ കാണുന്നത്. കൃഷിയോ? പക്ഷെ ഉണ്ടല്ലോ. ഗൈസ് ഇപ്പോൾ വർഷം വരും. അവളിപ്പോൾ കോളേജിൽ പോയിട്ട് ഇപ്പോൾ വരത്തതേ ഉള്ളൂ. നമ്മളിവിടെ ഒളിച്ചിരിക്കുകയാണ്. കണ്ടോടി ഞങ്ങളെ നീ? അവിടുന്ന് കണ്ടോ? എനിക്ക് തോന്നി കണ്ടെന്ന്. നീ പ്രതീക്ഷിച്ചോടി? ഇടുവല്ലോ. ഞെട്ടിയാടി ചെറുതായിട്ട്. അയ്യോ, എത്ര നേരം കണ്ടുള്ള കാവലിരിക്കാന്ന് അറിയാവോ? ഇല്ലടി എടുക്കൂടി. ഇന്ന് ഫുള്ള് വ്ളോഗാട്ടാ. അവർക്ക് നമ്മൾ ചെല്ലുമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ട്രെയിനകത്ത് പോകാനാണ്. അവിടെ എത്തും. നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നതാണ്. അവർക്കറിയത്തില്ല നമ്മളും കൂടെ ചെല്ലുമെന്ന്. ഓക്കെ, റീൽ എടുക്കുക. ഇത് റീലല്ല, പക്ഷേ ഇത് വ്ളോഗാണ്. ഡിഫറൻസ്. ഓ, നീ പറയണ അത് റീലല്ല, ഇത് വ്ളോഗാണ്. അടുത്ത സർപ്രൈസ്, പപ്പയും അമ്മയും വരുന്നുണ്ട്. ഇവള് പോലും ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അവർ വർഷിച്ച ട്രെയിനിൽ വരാനായിരുന്നു ഇരുന്നത്. പക്ഷെ പപ്പ വന്നില്ല, അവർ ട്രെയിൻ കിട്ടിയില്ല. പക്ഷെ ആ ട്രെയിൻ 5:30 എടുത്തോളൂ. എന്തോ പറയാനായിട്ട്
5:15 വന്നത് അവരങ്ങനാണ് അല്ലല്ലോ. ആ അപ്പം അവരിപ്പോൾ വരും. അതുകൊണ്ട് നമ്മൾ കള്ളം പറഞ്ഞ് വീടിന് വെളിയിലേക്ക് റീലെടുക്കുന്നതെന്നും പറഞ്ഞ് നമ്മളിവിടെ വന്നേക്കുവാണ്. നമ്മളെയൊക്കെ സമ്മതിക്കണം. അപ്പച്ചി ആദ്യമേ വന്നപ്പോൾ ഞെട്ടി, അടുത്ത വർഷ ഞങ്ങൾ വന്നപ്പോൾ ഞെട്ടി, എക്സാം കഴിഞ്ഞ് ഞെട്ടിയിരിക്കുവായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോൾ വീണ്ടും ഞെട്ട്. ഇനി അടുത്ത ഇവിടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ് ഇനി അടുത്ത അവരുടെ അടുത്ത് പറയണം. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എക്സ്പ്രഷൻ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അതോ പൂച്ച വന്നു. അപ്പം അവർ അകത്താണ് ഇരിക്കുന്നത്. പക്ഷെ ഇവർ എപ്പോൾ വരാനെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴെങ്ങനെ വന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ വരാനാണെങ്കിൽ ഓക്കെ. ഗൈസ് ഇവിടെ ഇപ്പോൾ ക്യാമറ ക്വാളിറ്റി ഒന്നും ഇല്ല, മൊബൈലിലെ ഫ്ലാഷും കൊള്ളത്തില്ല. അത് കണ്ടോ, നിങ്ങളിത് കണ്ടോ? അഖിലുവിൻ്റെ ഫോണിൽ ഫ്ലാഷ് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. കമ്മിറ്റ്മെന്റ് നമ്മുടെ ഒക്കെ അഖിലു. അയ്യോ, ഒരാൾ ലിപ്സ്റ്റിക് ഇടണോ എന്ന് നിങ്ങളങ്ങ് ഇട്ടങ്ങ് കൊടുത്തേ. ഗൈസ് അടുത്ത സർപ്രൈസ്, നമ്മുടെ രണ്ടാമത്തെ സർപ്രൈസ് ആണ്. ഇവര് വരുമെന്ന് അപ്പച്ചി ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. ഇല്ല, ഇച്ചിരി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അപ്പ വന്നില്ല, അതുകൊണ്ട് നമുക്ക് വീഡിയോ കോൾ വിളിക്കാം. പൊക്കോ ഉണ്ടാകാൻ പൊക്കോ. അമ്മ അവിടെ ഉണ്ടോ? എന്തൊക്കെ സർപ്രൈസ് ഇല്ല, ഇതുവഴി കാണാൻ പറ്റും കേട്ടോ. ഈ ജനൽ വഴി കാണാൻ പറ്റും. ട്രെയിനിലും വ്ലോഗ് എടുക്കണോ? നാഗവല്ലിക്ക് ചെലം കെട്ടാണൊക്കെ മന്തി മന്തിയിലും പറഞ്ഞ് നടക്കുവാണ് ഗൈസ്. വർഷ അപ്പച്ചി ഞെട്ടിയില്ലേ? ഞെട്ടിയോന്ന് വെച്ചല്ലോ, പറയാനില്ല, അങ്ങനത്തെ ഞെട്ടലായി. പാവ അപ്പച്ചിയുടെ മാവൊക്കെ വെച്ച് ചപ്പാത്തിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് തന്നെ അപ്പച്ചി ഒന്ന് ചോദിച്ച് ചപ്പാത്തി മതിയോ എന്ന്. ഞാൻ പിന്നെ പൊറോട്ടയിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എന്നാലും അപ്പച്ചി മാവിട്ട് അപ്പോഴത്തേക്ക് എന്നാലും ഇവർ വന്നെന്തായാലും കുഴയ്ക്കുന്നതിന് മുന്നേ. ഹാപ്പി ആനിവേഴ്സറി ടു യു അപ്പച്ചി മാമ. ഹാപ്പി ആനിവേഴ്സറി ടു യു. കണ്ടിക്കാൻ കണ്ടാ കഴിയുമെന്ന് Happy anniversary to both of you. ചേച്ചി ഇഷ്ടപ്പെട്ടോ നോക്ക്. എത്രയല്ലേ ഉള്ളൂ? വേറെ ഒന്നുമാണ് ചേച്ചി സ്പെഷ്യൽ. താങ്ക് യു. സന്തോഷം. വേറെ ഉണ്ടെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടേക്ക് മാറി എടുക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ ഇച്ചിരി താഴോട്ടായിപ്പോ ഫോൺ. ഞാൻ അങ്ങനെ എത്തി നോക്കും. കണ്ണാടിയില്ല. മന്തി കഴിക്കാനുള്ള വർഷയുടെ
ഗസ്റ്റ് കണ്ടില്ലേ മന്തി ഇത്ര നേരം ഇങ്ങനെ ആളായിരുന്നു മന്തി ഇസ് ദ സീക്രട്ട് ഓഫ് മൈ അതെല്ലാവരും കോബ്ലാക്ക് ബൂസ്റ്റ് ഒക്കെ പറയുന്നത് പുതിയത് കണ്ടെടുത്ത പാവ എന്റെ ആകാശേട്ടൻ മിസ് ചെയ്ത് മന്തിയില്ല കേക്കും ഇല്ല അച്ഛനെ പറയാം ഞാൻ വാങ്ങിച്ചിട്ടോടി മന്തി ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് നാളെ മന്തി ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ ആകാശേ മോനെ വല്ലതും കഴിച്ചോ വൈകിട്ട്? അത് ശരി. മക്കളെ മോനെ എവരൊക്കെ ഇങ്ങനെ ചിരിക്കുന്നെങ്കിലും പിന്നെ നിനക്കറിയാവല്ലോ എന്നെ. അങ്ങനല്ല നിനക്കറിയാലോ എന്നെ. പോവുകയാണ് മന്തിഭ്രാന്തികൾ താണ്ടേ. നാഗവല്ലിക്ക് ചെലങ്ക കിട്ടിയ വർഷം നിങ്ങൾ കാണൂ. മന്തിക്ക് വേണ്ടി ആ കാണൂ. അതിനിപ്പെന്താണ്? അയ്യോ ഡീസന്റ് പിള്ള. നോക്കട്ടെ ഡീസന്റ് അടുത്ത ആള് പോയി അഖിലു നിന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിലുണ്ട്. കണ്ടാ ഇങ്ങനെ കൊള്ളാ. ഇവര് പോവാണ്. ടാറ്റാ. എന്നിട്ട് ഞങ്ങള് അങ്ങ് വരെ നടന്നു. എന്നിട്ട് അങ്ങനെ ചുറ്റി എന്തൊരു ഷെഡ് വരെ നടക്കേ. ഈ നടത്തം മതിയായിരുന്നു. ഷെഡിന്റെ നമുക്ക് അവിടെ എത്തുമ്പോ നട നമ്മൾ ഗൈസ് നമ്മൾ അവരെ കൊണ്ട് പറഞ്ഞിട്ട് യാത്രയാക്കി. നമ്മളിവിടെ ചില്ല് ചെയ്യാണ്. യെസ് ഫോട്ടോ എടുക്കാൻ എത്ര ഇതാ ഇവിടെ വിജനത. അയ്യോ എന്ത് പേര്? വിജനമായ വഴി. 5-6 പട്ടിക്കുട്ടികൾ മാത്രം അവിടെ നിൽപ്പുണ്ട്. വേറെ മാറ്റമില്ല ഗൈസ് ഈ വഴി. പക്ഷെ നല്ല രസമുണ്ട്. അയ്യോ സത്യം. അയ്യോ തോന്നുന്നുണ്ട് ഇവിടെ ജനിച്ചു വളർന്ന പട്ടികളാണ്. ഇതാ ആ മറ്റേ നമ്മുടെ ഓടിപ്പോയ പട്ടി കണക്കിരിക്കുന്നത്. ഞങ്ങൾ മമ്മി സിനിമ കാണുകയാണ്. ആകാശേട്ടൻ ഇപ്പൊ വരും. അപ്പച്ചി ഇപ്പൊ എണീപ്പിച്ചതേ ഉള്ളൂ. ആ കരുനാപ്പള്ളി കഴിഞ്ഞ ചിരിപ്പിച്ച് കുറച്ച് നേരമായി. എണീപ്പിച്ചിട്ട് കുറച്ചു നേരമായി. നമ്മളെണീച്ചിട്ട് ഇച്ചിരി ആ ആകാശേട്ടൻ കരുനാപ്പള്ളി കഴിഞ്ഞ് ശാസ്താംകോട്ട ആവാറായി. ആ ഒളിച്ചിരിക്കണം. ചേട്ടനും അറിയത്തില്ല നമ്മൾ വരുന്ന കാര്യം. നമ്മൾ പറഞ്ഞില്ല. ഇനി ചേട്ടൻ അങ്ങനെ വർഷയോട് പറഞ്ഞാലോ, വർഷം എങ്ങനെ അപ്പച്ചിയോട് പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് ഇപ്പം നമ്മൾ ചേട്ടനും സർപ്രൈസ് കൊടുക്കുന്നതായിരിക്കും. ആകാശേട്ടാ സർപ്രൈസ്. ഇല്ല അയ്യോ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്ങനെ ഡൗട്ട്? രാത്രിയിലാ വന്നേന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇനി അഖിലിന് വ്ലോഗ് എടുക്കാൻ റീൽ എടുക്കാനായിട്ട് വന്നിരിക്കുന്നു ഗൈസ്. 1 മണിക്കൂർ കൊണ്ട് ഒരുങ്ങിയതാണ്. ഊരി പോകാതിരുന്നാ മതി. ആ വേറൊരാൾ രണ്ടാം റൗണ്ട് യൂണോയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവരുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു. ഇന്നലെ കഴിഞ്ഞു. ഇനി നമ്മൾ പോവുകയാണ്. ബൈ.